ടെസ്റ്റാണ് ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റ്. തൊട്ട് മുമ്പേ കണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് വിൽക്കോക്സും റാങ്ക് സം ടെസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് നമുക്കുള്ളത് 2 മീഡിയൻസാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് M1 എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ മീഡിയനും M2 എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിൻ്റെ മീഡിയനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 മീഡിയൻസ് നമുക്ക് ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ അതായത് ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റിനകത്ത് അതായത് മിനിമം 3 സാമ്പിൾസ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് മോർ ദാൻ ടു സാമ്പിൾസ് ഉണ്ടാകാൻ സമയത്താണ്, മോർ ദാൻ 2 സെറ്റുകൾ ഉണ്ടാകുന്ന സമയത്താണ്, നമ്മൾ സെറ്റുകൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ H0 വരിക, അതായത് ഇങ്ങനെയാണ്. അതായത് 3 സെറ്റിൻ്റെ മീഡിയൻസ് ഈക്വൽ ആണ്, അതായത് മിനിമം 3 സെറ്റ്, അതായത് മോർ ദാൻ 2 ആവാം എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും 3, 4, 5 എത്ര വേണമെങ്കിലും ആവാം. മോർ ദാൻ 2 വരുന്ന കേസിലാണ് ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ആയല്ലോ എൻ്റെ ടെസ്റ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ വാലീസ് ടെസ്റ്റിന് നമുക്ക് വിൽക്കോക്സ് ആൻഡ് റാങ്ക് സം ടെസ്റ്റിൻ്റെ ഒരു ജനറലൈസേഷൻ ആയിട്ട് പറയാം. മോർ ദാൻ 2 വരുന്ന സമയത്തുള്ള ഒരു ജനറലൈസേഷൻ ആയിട്ട് പറയാം. ഇവിടെയും മീഡിയം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സെൻട്രൽ ടെൻഡൻസി ആണ് നമുക്കിവിടെയും ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ പ്രൊസീജിയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഇപ്പോൾ 3 സെറ്റ് ഉണ്ടെന്നാണ്. അതായത് ഫസ്റ്റ് സാമ്പിൾ, സെക്കൻഡ് സാമ്പിൾ, അങ്ങനെ മിനിമമാണ് ഞാൻ പറയുന്നത്. മിനിമം 3 വെച്ചിട്ട് പറയാം, ക്ലിയർ ആവാനായിട്ട് മിനിമം 3 വെച്ചിട്ട് പറയാം. 3 സാമ്പിളിൻ്റെ സെറ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ഒബ്സർവേഷൻസിനെയും കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ പൂൾ ചെയ്യുക, എന്നിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം നമ്മൾ റാങ്ക് കൊടുക്കുക. റാങ്കും കൊടുക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു, കാരണം ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് റാങ്ക് കൊടുക്കും. നമ്മളൊന്നുകൂടി പറയാം, ഈ കമ്പൈൻ ചെയ്തതിന് ശേഷം ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ ആദ്യമായിട്ട് എഴുതാം, അതായത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ വരുന്ന വാല്യൂവിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക, അതായത് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂവിനാണ് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത്. ആൻഡ് ലാർജസ്റ്റ് വണ്ണിന് nth റാങ്കും കൊടുക്കാം. ഇനി ഈ റാങ്കിങ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തതിന് ശേഷം റാങ്ക് അസൈൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റാങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്കതിനകത്തുള്ള ഒബ്സർവേഷൻസിനെയും അറിയാം. അപ്പോൾ 3 സെറ്റിനെയും റാങ്കുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോളം വൈസ് എഴുതി വെക്കാം. ഓരോ സെറ്റിൻ്റെയും റാങ്കുകളോ അല്ലെങ്കിൽ ഓരോ സാമ്പിളിൻ്റെയും റാങ്കുകൾ എഴുതി വെക്കാം. അതായത് വിൽക്കോക്സ് ആൻഡ് റാങ്ക് സം ടെസ്റ്റ് ചെയ്തതുപോലെ ഓരോന്നിൻ്റെയും റാങ്കുകൾ എഴുതിയതിന് ശേഷം ആഡ് ചെയ്യാം. ഫസ്റ്റ് സാമ്പിളിൻ്റെ ടോട്ടൽ റാങ്ക് കണ്ടുപിടിക്കുക. അതേപോലെ സെക്കൻഡ് സാമ്പിളിൻ്റെത്, തേർഡ് സാമ്പിളിൻ്റെത് കണ്ടുപിടിക്കാം. ടോട്ടൽ റാങ്ക് കണ്ടുപിടിക്കാം. ആൻഡ് ഈ ടോട്ടൽ റാങ്കിനെ ഫസ്റ്റത്തേന് നമ്മൾ R1 എടുക്കും, സെക്കൻഡിന് R2, തേർഡ് വൺ R3. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മോർ ദാൻ 2 ആണ്, 3 എന്നല്ല അർത്ഥം, മോർ ദാൻ 2. അപ്പോൾ മിനിമം 3 എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 3 വെച്ച് എക്സാമ്പിൾ പറഞ്ഞത്. എത്ര വേണമെങ്കിലും വാല്യൂ വരാം. അപ്പോൾ നമ്മളതിന് ജനറലായിട്ട് ith റാങ്കിനെ നമ്മൾ RI എന്നെടുക്കും. ith സാമ്പിളിൻ്റെ ടോട്ടൽ റാങ്കിനെ നമ്മൾ ith സാമ്പിളിൻ്റെ ടോട്ടൽ റാങ്ക് അതിനെ നമ്മൾ RI എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഐക്ക് 1 കൊടുക്കുന്ന സമയത്ത് അതിന് R1, R2, R2 കൊടുക്കുമ്പോൾ R2, 3 കൊടുക്കുമ്പോൾ R3. അങ്ങനെ ജനറലൈസേഷൻ RI എന്ന് പറയുന്ന ഇത് ith സാമ്പിളിൻ്റെ ടോട്ടൽ റാങ്ക്. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ആദ്യം റാങ്കുകൾ അസൈൻ ചെയ്ത് കൊടുത്തു. ആ അസൈൻ ചെയ്ത് കൊടുത്ത റാങ്ക് സാമ്പിൾ വൈസ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി എഴുതി ഓരോ സാമ്പിളിൽ വരുന്ന റാങ്കുകൾ ഓരോന്നിൻ്റെയും സം എടുക്കുക. ആ സം എടുത്തതിന് ശേഷം അതിന് R1, R2, R3 എക്സെട്ര അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുന്നതാണ്. ഇവിടെ
ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എച്ച് എന്നാണ്. എച്ച് എന്നുള്ളതാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ആൻഡ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എച്ച് ഇസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n+1 ഇൻറ്റു സിഗ്മ I equal to 1 to k ri square divided by ni minus 3 into n+1. ക്ലിയർ ആയോ? നമ്മൾ ആർ ഐ എന്നുള്ള ജനറലൈസേഷൻ കൊടുത്തത് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.